രാവിലെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, അതായത് വിക്ടോറിയ ഹോട്ടലാണ് റൂം എടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി കുറേ ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറീന ബീച്ചിലോട്ടൊന്ന് പോകാം. കാരണം ചെന്നൈയിൽ വന്നിട്ട് മറീന ബീച്ചിൽ പോയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചുമ്മാ ഒന്ന് മറീന ബീച്ചൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പല ഓട്ടോ കയറി. ബസ്സിൻ്റെ ശബ്ദം. പല ഓട്ടോ കയറി ഞങ്ങളെ ഓട്ടോക്കാർ പറ്റിച്ചു. അതെ, ഓട്ടോക്കാർ ഭയങ്കര പറ്റിപ്പാണ്. നിങ്ങൾ ചെന്നൈയിൽ വരാണെങ്കിൽ ഓട്ടോ എടുക്കുക, ഊബർ ഓട്ടോ മാത്രം ബുക്ക് ചെയ്താൽ മതി. അതെ, അതായത് ഞാൻ എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഞങ്ങളൊരു ഓട്ടോ കയറി. അപ്പോൾ ബെസ്റ്റ് ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ സംഗീത എന്ന് പറഞ്ഞു. ഓക്കെ വെയിറ്റ് ചെയ്യും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ 150 രൂപയാണ്. ആകെ ആ ഹോട്ടലിൽ 4 മിനിറ്റ് കണ്ടിരുന്നില്ല. അല്ല, അത്രയും പോലും ട്രാഫിക് ഉള്ളതുകൊണ്ടിരിക്കേണ്ടി വന്നാൽ. എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിട്ടിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പുള്ളിക്കാരനോട് ചോദിച്ചു മെട്രോ എവിടെയാണ്. പുള്ളി പറഞ്ഞു സ്ട്രെയിറ്റ് റൈറ്റ്. ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോ കയറി. അവിടെ നിന്ന് കയറിയ ഓട്ടോയ്ക്ക് നമ്മൾ കൊടുത്തത് 200 രൂപ. അത് പിന്നെ ഓക്കെ, അത്യാവശ്യം നല്ല ലോങ് ആയിരുന്നു. എന്നാലും 200 കൂടുതലാണോ ഡൗട്ടുണ്ട് ഊബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നിട്ട് ഞങ്ങൾ അവിടെ വന്നു തിരിച്ച്. ഇതൊന്നുമല്ല ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഔട്ടായിട്ട് ഒന്ന് നമ്മുടെ ഇവിടെ പോയി, മറ്റേ എവിടെ നമ്മുടെ മാള് അവന്യൂ എക്സ്പ്രസ് അവന്യൂ മാൾ. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരെ ചിലതായിട്ട് ആകെ 80 രൂപയുള്ളൂ. ഞങ്ങൾ മുകളിലൊക്കെ ഇറങ്ങി പുറത്തോട്ടിറങ്ങി തിരിച്ച് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് 350 രൂപ നിങ്ങൾ ആലോചിക്കണം. 80 രൂപ മേടിച്ച സാധനത്താണ് 350 രൂപ. നമ്മൾ പറഞ്ഞ 80 രൂപ എങ്കിയാ. അത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എന്നാ സാർ 150 പ്ലീസ്, വേറെ കയ്യിലൊന്നും ഇല്ല. അങ്ങനെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞു സന്തോഷം താങ്കോ. അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ടാന്ന് പറയാൻ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു കാർന്നോര് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ചോദിച്ചു. അപ്പോൾ പുള്ളി ഊബർ ഓടുന്നതാ. പുള്ളിയുടെ ഊബറിന്റെ ആപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഊബർ ബുക്ക് ചെയ്തോളാം. നമ്മളിതിനെ കയറി വന്നപ്പോൾ പുള്ളി പറഞ്ഞു 120 രൂപ വരാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് നോക്കിയപ്പോൾ ഗൂഗിളിൻ്റെ മറ്റേ ഊബറിൻ്റെ ആപ്പ് പുള്ളി തുറന്നു വെച്ചേക്കണം. അപ്പോൾ അന്നൊരു കാര്യം ചെയ്യാം, ഞങ്ങളൊരാളോട് വരാനും പറഞ്ഞപ്പോൾ അത് നൈസായിട്ട് ഓട്ടോ ഒന്നും ഇറങ്ങിയിട്ട് നേരെ ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് 75 രൂപ പോയി ഇറങ്ങി. 75 രൂപയ്ക്ക് ഇറങ്ങി. 60 രൂപ കാണിച്ച് പിന്നെ 75 സ്വിച്ചായി വന്നു. പിന്നെ ഞങ്ങൾ ഫുള്ള് ഇപ്പോൾ മറീന ബീച്ച് വന്ന എല്ലാം അങ്ങോട്ട് പോയതും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം ഊബർ തന്നെ ബുക്ക് ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടും. മാത്രമല്ല നമ്മളെ പറ്റിക്കും. നമുക്കിപ്പോൾ ഒന്നും അറിയത്തില്ല. നമ്മൾ സംസാരിക്കുന്ന കാണുമ്പോഴേ നമ്മളിവിടെ ഉള്ള ആൾക്കാരല്ല. സോ ബേസിക്കലി ആ ഒരു പറ്റിയിൽ എന്തായാലും ഉണ്ട്. അതിൽ നിങ്ങൾ വീടരുത്. അപ്പോൾ നമ്മൾ ഫൈനലി മറീന ബീച്ചിലെത്തി.